നമ്മൾ പലരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് നെഞ്ചെരിച്ചിൽ, പെപ്റ്റിക് അൾസർ, അതുമാതിരി തന്നെ പുളിച്ചു തകട്ടി വരിക, ശരീരത്തിന് ഭയങ്കര ചൂട്, ഉൾപ്പുഴുക്ക് എന്നിവയെല്ലാം നമ്മൾ പലരും ഇപ്പോൾ ഫേസ് ചെയ്യുന്ന പല ഫുഡ് ഹാബിറ്റ്സിൻ്റെ ഭാഗമായിട്ടും ലൈഫ് സ്റ്റൈൽ ഡിസീസസിൻ്റെ ഭാഗമായിട്ടും ഒക്കെ വരുന്ന ഒരു അവസ്ഥയാണിത്. ഇതിനെല്ലാം ഉത്തമമായ ഒരു പ്രോഡക്റ്റാണ് കൂൾബിക്സ് ഡി എന്ന് പറയുന്നത്. മെയിൻ ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് ഗ്യാസ്ട്രോ ഇസോഫേജിയൽ റിഫ്ലക്സ് ഡിസീസിന് വേണ്ടിയിട്ടാണ്. അതായത് പുളിച്ചു തകട്ടി വരിക എന്നുള്ളൊരു കണ്ടീഷൻ. ഇത് വയറിൽ അൾസർ ഉണ്ടാകുന്നത് കൊണ്ടാണ് ഒരു പരിധി വരെ അങ്ങനെ ഒരു കണ്ടീഷൻ. അൾസർ പല കണ്ടീഷൻസ് ഉണ്ടെങ്കിലും മെയിനായിട്ടും അതിൻ്റെ ഒരു കോസ് എന്ന് പറയുന്നത് അൾസറാണ്. ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് യഷ്ടിമധു, ധാന്യകം, ഷാരിബ എന്നിവയാണ്. ഇതിന് എല്ലാത്തിനും ഒരു മധുരരസവും ശീതവീര്യവുമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ബോഡിയെ തണുപ്പിക്കുന്നു, ഹീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വയറിലുള്ള അൾസറിന് ഹീലിംഗ് കിട്ടുന്നു. അപ്പോൾ ഉള്ള ഒരു അസിഡിറ്റി ശമിപ്പിക്കുക മാത്രമല്ല, അതിൻ്റെ കാരണമായ അൾസറിനെ രോപണം നൽകുന്നു. അതായത് അതിനെ ഹീൽ ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ പ്രോപ്പർട്ടി. കൂടാതെ തന്നെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ, പലർക്കും ഒരു 30 വയസ്സ് 40 വയസ്സ്, പ്രത്യേകിച്ചും സ്ത്രീകളിലൊക്കെ നമുക്കറിയാം മുഖത്ത് കലകൾ വന്നു തുടങ്ങും. ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ വരും ഒരു ഏജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അതെല്ലാം ഉള്ളിലുള്ള ഒരു പിത്ത സ്വഭാവം, ഉള്ളിലുള്ള ഒരു പിത്തപ്രകൃതി ഉള്ളതുകൊണ്ടും കൂടാതെ തന്നെ അമിതമായ ഉൾപ്പുഴുക്ക് ഉള്ളതുകൊണ്ടുമാണ്. ഇതിനെല്ലാം ഒരു നല്ല ശമനമാണ് കൂൾബിക്സ് ഡി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ. ഇത് 15 മില്ലി ഡൈല്യൂട്ടഡ് വിത്ത് 60 മില്ലി ബോയിൽഡ് ആൻഡ് കൂൾഡ് കോറിയാണ്ടർ വാട്ടറും, ഒന്നുപോലെ മല്ലിവെള്ളം, അതല്ല എങ്കിൽ ചെറു ചൂടുവെള്ളം വെച്ച് നേർപ്പിച്ച് 2 നേരം ഉപയോഗിക്കുക എന്നുള്ളതാണ്. ശരിയായ റിസൾട്ട് കിട്ടാൻ 1 മുതൽ 2 മാസം വരെ തുടർച്ചയായി ഉപയോഗിക്കേണ്ടതാണ്. ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കുക. നന്ദി.